Hi everyone. In this video, I would like to discuss about the reapportionment of overheads. That is, which is the fourth step in steps in overhead accounting. The steps in overhead accounting includes classification of overheads, collection and codification of overheads, allocation and apportionment of overheads. That is the primary distribution of overheads. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ആണ്. റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് ഓർ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ്. അപ്പോൾ റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സിനെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് എന്നും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് എന്നും പറയും. ദെൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രൈമറി അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർഹെഡ്സിനെ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് കോഡിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം അതിനൊരു കോഡൊക്കെ നൽകി ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഈ ഓവർഹെഡ്സിനെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും. ഇപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ആൻഡ് സെക്കൻഡ് വൺ ഈസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഓവർഹെഡ്സിനെ ഒരു പെർട്ടിക്കുലർ ബേസിസിൽ, ഒരു സ്യൂട്ടബിൾ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് അലോക്കേറ്റ് ചെയ്ത് നൽകുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ടു ഹെൽപ്പ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ്. അപ്പോൾ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഗുഡ്സ് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക ഉള്ളത് മാത്രമാണ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗുഡ്സ്. അവരെന്ത് ചെയ്യുന്നില്ല, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഹെൽപ്പുകൾ, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുക. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽസ് എത്തിക്കണോ, HR ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണ്ട ലേബേഴ്സിന് എത്തിക്കണോ, ഓഫീസ് ആൻഡ് സ്റ്റേഷനറി എന്നൊക്കെ പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സേവനങ്ങളൊക്കെ ചെയ്ത് നൽകുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. സോ അതുകൊണ്ട് തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഓവർഹെഡ്സ്, ദാറ്റ് ഈസ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വീണ്ടും ഷെയർ ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ ഓവർഹെഡ്സ് ആർ അലോക്കേറ്റഡ് to service department as per primary distribution are apportioned or redistributed again to the production department is called secondary distribution. അതായത് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ഓവർഹെഡ്സിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഓവർഹെഡ്സിനെ, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, when the total overheads are allocated and apportioned to service department as per primary distribution are apportioned again to the production department, it is called secondary distribution. It is also based on, that is secondary distribution is also based on certain basis. So ഇതാണ്
പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ ഓവർ ഹെഡ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ് ഒക്കെ ഫ്ലോർ ഏരിയ, ഡിപ്രിസിയേഷൻ ആണെങ്കിൽ അസറ്റ് വാല്യൂ, ലൈറ്റിംഗ്, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, പവർ, ഹോസ് പവർ, സൂപ്പർവിഷൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മെഷീൻസ് ഓർ ഹോസ് പവർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ ബേസിനെ നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ളതാണ് ഏത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ സ്യൂട്ടബിൾ ബേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളതും അതിൻ്റെ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്. ആരായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വർക്കേഴ്സ് ആണ്. സോ അതിൻ്റെ ബേസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓർ ലേബർ ഹവേഴ്സ് ഓർ മെഷീൻ ഹവേഴ്സ് ആണ്. Then next, cost of personnel department. Cost of personnel department, that is cost of human resource department. So that is also related with number of employees. So adinte base ennu parayunnathu number of employees aanu. Then next, cost of purchase department. Cost of purchase department, that is the function of purchase department is to purchase materials for production purpose ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ സെർട്ടൻ ഓർഡേഴ്സിൻ്റെ ബേസിലാണ്. ദാറ്റ് ഈസ് പർച്ചേസ് ഓർഡറിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്തായിട്ട് എടുക്കുന്നത്? ബേസ് ആയിട്ട് എടുക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ. അപ്പോൾ ഒന്നെങ്കിൽ എത്ര പർച്ചേസ് ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്, എത്ര പർച്ചേസ് ഓർഡർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇത് രണ്ടുമാണ് എന്തായിട്ട് എടുക്കുന്നത്? ബേസ് ഓഫ് അപ്പോർഷൻമെൻ്റ് ആയിട്ട് എടുക്കുന്നത് ഇൻ ദി കേസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി സ്റ്റോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് സ്റ്റോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. അതായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ഗുഡ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് വേണം. സോ എത്ര മെറ്റീരിയൽ, നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, എത്ര മെറ്റീരിയലാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ എത്ര മെറ്റീരിയലാണോ നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ്സിനെ അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് ലേബേഴ്സാണ് വരിക, വർക്കേഴ്സാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അവിടെ ലേബർ ഹവേഴ്സ് വർക്ക്ഡ് ഓർ മെഷീൻ ഹവേഴ്സ് വർക്ക്ഡ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബേസ് ഓഫ് അപ്പോർഷൻമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ്സ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ ഹവേഴ്സും മെഷീൻ ഹവേഴ്സ് വർക്കിടും. എത്ര മണിക്കൂർ ലേബേഴ്സ് വർക്ക് ചെയ്തു, എത്ര മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്നത് ഫോർ apportionment of overheads under maintenance department. Then next, cost of canteen and welfare department. Cost of canteen and welfare department എന്ന് പറയുമ്പോൾ that is related with the number of employees ആണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും, അതായത് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ അതിനടിസ്ഥാനത്തിൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഓവർ ഹെഡ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദെൻ കോസ്റ്റ് ഓഫ് ക്യാൻറ്റീനിൽ എത്ര എംപ്ലോയീസ് ഉണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ്റെ ഓവർ ഹെഡ്സ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ അതാണ് കോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെയിറ്റ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടാണ്. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദി ഓർഗനൈസേഷൻ നമ്മൾ മെറ്റീരിയൽസ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമ്മൾ നോക്കുന്നത് ഒന്ന് മെറ്റീരിയലിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഈ രണ്ട് വെയിറ്റോ അല്ലെങ്കിൽ കോസ്റ്റോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ്സ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പം
സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്തിട്ടുള്ള ഓവർഹെഡ്സ് അതിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്ന പ്രോസസ്സാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദീസ് ബേസസ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഇനി നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലും സെർട്ടൺ ബേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ ബേസ് തന്നെയാണ് നമ്മൾ ഏതിലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ബേസസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെയിം ആണ്. ദാറ്റ് ഈസ് രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. ഇത് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, മറ്റേ നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ methods of secondary distribution, that is methods of secondary distribution or redistribution or reapportionment of overheads. സോ മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അതിൽ രണ്ട് രീതിയിലാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. അതായത് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലൂടെ അപ്പോർഷൻ നടത്തിയിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സ് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോർഷൻമെൻറ്റ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് മെത്തേഡ് അപ്പോർഷൻമെൻറ്റ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, that is also known as direct redistribution method. Then second method apportionment to production department and service department. അപ്പം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ ഓവർഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഓവർഹെഡ്സിനെ ഒന്നെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടിയായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. So there are two methods of secondary distribution. First one is apportionment only to production department, that is also known as direct redistribution method, and second one is apportionment to production and service department. അതായത് പ്രൈമറി രണ്ടിലേക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് is known as apportionment to production and service department. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഈ അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. There are two methods under apportionment to production and service department. That is, first one is non-reciprocal basis, that is also known as step ladder method. Second one is reciprocal basis. Under reciprocal basis, there are three methods of reapportionment of service department overheads to both production and service department. That is, first one is repeated distribution method, second one simultaneous equation method, and third one trial and error method. ഇത് സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.